ലോകം ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഇറാൻ ഇസ്രായേലിന് തിരിച്ചടി നൽകുക എന്നതും പ്രതീക്ഷിച്ചുകൊണ്ട്. അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി ഏകദേശം 10:30 മണിയോടുകൂടി ഇറാൻ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേർക്ക് നടത്തിയിരിക്കുന്നത്. പേർഷ്യൻ തീക്കാറ്റ് ഇസ്രായേലിൽ ആഞ്ഞടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം മാരകമായ ആക്രമണമാണ് ഇറാന്റെ മിസൈലുകൾ ടെല്ലവീവിലടക്കം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളുമടക്കം 200 മിസൈലുകളാണ് ഇന്നലെ രാത്രി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദൂരപരിധി ഏകദേശം 2100 കിലോമീറ്ററിൽ കൂടുതൽ വരും. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വെറും 3 മിനിറ്റ് കൊണ്ടാണ് ഇറാന്റെ ഫതഹ് 1 ഹൈപ്പർസോണിക് മിസൈൽ 2000 കിലോമീറ്റർ മറികടന്നുകൊണ്ട് വിജയകരമായി ഇസ്രായേലിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളിൽ സർവനാശം വിതച്ചിരിക്കുന്നത്. 200 മിസൈലുകളിൽ 90% മിസൈലുകളും വിജയകരമായി ഇസ്രായേലിന്റെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പുറത്തുവരുന്ന വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം അത് ശരിയുമാണ്. ഇറാന്റെ 12 മിസൈലുകൾ അമേരിക്കൻ സൈന്യം തകർത്തു എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. 180 മിസൈലുകളാണ് തങ്ങൾക്ക് നേരെ വന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇറാന്റെ കണക്കുകൾ പ്രകാരം 180 മിസൈലുകൾ വിജയകരമായി ഇസ്രായേലിൽ ആക്രമണം നടത്തി എന്നാണ്. പക്ഷേ ഇസ്രായേലിന്റെ സൈനിക വക്താവായ ഡാനിയൽ ഹെഗറി അവകാശപ്പെടുന്നത് ഇറാന്റെ ബഹുഭൂരിപക്ഷം മിസൈലുകളും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാണ്. ഇസ്രായേലിന്റെ 4 സൈനിക താവളങ്ങളിലും മൊസാദിന്റെ ആസ്ഥാനത്തും ഇസ്രായേലിന്റെ എണ്ണപ്പാടങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമതാവളമായ നോവിദം എയർബേസിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ അമേരിക്കൻ നിർമ്മിതമായ F-35 യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ സൈന്യം സൂക്ഷിച്ചിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ വ്യോമസേനയുടെ 20ഓളം F-35 യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തെ നേരിടാൻ ഇസ്രായേലിന് എല്ലാവിധ സഹായവും നൽകുമെന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് തങ്ങളുടെ ശക്തി എന്താണെന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയതാണ്. ഇനിയും ഇസ്രായേൽ ആക്രമണത്തിനിറങ്ങിയാൽ അതിമാരകമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയ, ഹസൻ നസ്രുള്ള എന്നീ 2 നേതാക്കളെ വധിച്ചതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമണത്തോട് പ്രതികരിച്ചത്. ഉടനെ തന്നെ തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ സൈനിക വക്താവായ ഡാനിയൽ ഹെഗറിയും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുക എന്നത്.